ശബരിമലയിലെ ആടിയ നെയ്യ് വിതരണവുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ക്രമക്കേടുകളിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനും അതിലെ ഉദ്യോഗസ്ഥർക്കുമെതിരെ അതിരൂക്ഷ വിമർശനങ്ങളുമായി കേരള ഹൈക്കോടതി രംഗത്തെത്തിയിരിക്കുകയാണ്. ഭക്തലക്ഷ്യങ്ങൾ പുണ്യമായി കരുതുന്ന നെയ്യഭിഷേകത്തിന് ശേഷം ലഭിക്കുന്ന ആടിയ നെയ്യിന്റെ വിതരണത്തിലും അതുവഴി ലഭിക്കുന്ന വരുമാനത്തിലും വൻതോതിലുള്ള തിരിമറികൾ നടക്കുന്നു എന്ന കണ്ടെത്തലുകളെ തുടർന്നാണ് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് കടുത്ത നിലപാട് സ്വീകരിച്ചത്. ശബരിമലയിലെ ചില ജീവനക്കാർക്ക് തങ്ങളുടെ ഔദ്യോഗികമായ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതിനേക്കാൾ ഭക്തർക്ക് സമർപ്പിക്കുന്ന പണം എങ്ങനെയൊക്കെ സ്വന്തം കീശയിലാക്കാം എന്നതിലാണ് താല്പര്യമെന്ന് കോടതി നിരീക്ഷിച്ചു. ഭക്തജനങ്ങളെ സേവിക്കുക എന്ന പ്രാഥമികമായ ലക്ഷ്യത്തിൽ നിന്ന് മാറി വ്യക്തിപരമായ ലാഭം കൊയ്യാനുള്ള വേദിയെ ശബരിമലയെ മാറ്റുന്ന ഉദ്യോഗസ്ഥരുടെ നീക്കങ്ങൾ ഒട്ടും വെച്ചു പൊറപ്പിക്കാനാവില്ലെന്നും കോടതി വ്യക്തമാക്കി. ഈ അഴിമതിയിൽ ഉന്നത തലത്തിലുള്ള വിജിലൻസ് അന്വേഷണം ആവശ്യമാണെന്നും അതിലൂടെ മാത്രമേ യഥാർത്ഥ കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ സാധിക്കൂ എന്നും കോടതി ഓർമ്മിപ്പിച്ചു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കണക്കുകൾ സൂക്ഷിക്കുന്ന രീതിയിലുള്ള അപാകതകൾ വലിയ അഴിമതികൾക്ക് വഴിമരുന്നിടുന്നുവെന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട്.